പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അവലും പഴവും പണ്ട് മുതലേ നല്ല കോമ്പിനേഷനാണ്. എന്നാൽ വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്കായി അവലും പഴവും കൊണ്ട് ഒരു സോഫ്റ്റ് കുക്കിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. നേരത്തെ ഉണ്ടാക്കി വെച്ച് കുട്ടികൾക്ക് സ്കൂളിലൊക്കെ സ്നാക്കായി കൊടുത്തുവിടാമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് തയ്യാറാക്കാൻ പ്രധാനമായും അവലും പഴവും ഏതെങ്കിലും നട്ട്സുമാണ് വേണ്ടത്. കൂടുതൽ ചേരുവകൾ താല്പര്യമനുസരിച്ച് ചേർക്കാവുന്നതാണ്. ആദ്യം ചെയ്യേണ്ടത് മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് അവലിടുക. കൂടെ ഫ്ലേവറിനായിട്ട് കറുവപ്പട്ടയുടെ പീസസും ഏലക്കായും കൂടി ഇടുന്നുണ്ട്. ജാതിക്ക ഉണ്ടെങ്കിൽ അതും ഇടാം. അതുപോലെ 1/2 കപ്പ് കാഷ്യൂ നട്ട്സ് ഇടുന്നുണ്ട്. അതിന് പകരം വറുത്ത നിലക്കടല വേണമെങ്കിലും ഇടാം. ഇനി ഇത് പൊടിച്ചിട്ട് ഒരു ബൗളിലേക്ക് മാറ്റുക. ഒത്തിരി ഫൈനായിട്ട് പൊടിയണമെന്നൊന്നുമില്ല. ഇനി അതേ ജാറിൽ തന്നെ ഒരു റോബസ്റ്റ പഴം മുറിച്ചിടുന്നുണ്ട്. ചെറിയ പഴമാണെങ്കിൽ 2 എണ്ണം ചേർക്കാം. കൂടെ 3 ഈന്തപ്പഴവും മുറിച്ചിടുന്നുണ്ട്. ഈ കുക്കി ഉണ്ടാക്കുന്നതിന് ഷുഗറൊന്നും ഉപയോഗിക്കുന്നില്ല. പഴവും ഈന്തപ്പഴവും കൂടി അരച്ചിട്ട് അവൽ മിക്സിലേക്ക് ഇടുക. നന്നായിട്ട് മിക്സ് ആക്കുക. കുറച്ച് റേസിൻസും ചേർക്കുന്നുണ്ട്. റേസിൻസും വേണമെങ്കിൽ പഴം അരയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അരയ്ക്കാം. അരച്ചില്ലേലും കുഴപ്പമില്ല. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കുക. എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ഇത് ഉരുട്ടിയെടുക്കാനുള്ള പരുവത്തിൽ നമുക്ക് കിട്ടണം. ഇവിടെ കുറച്ച് അവലൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. പൊടിച്ച് ചേർക്കാം, പൊടിക്കാതെയും ചേർക്കാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കി കഴിയുമ്പം കുറച്ച് എള്ളൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് പല ഇൻഗ്രീഡിയൻസ് ഇതിനകത്ത് ആഡ് ചെയ്യാം. ഈ സമയം നമ്മൾ ഓവന് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇനിയും ഇത് കൈകൊണ്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. അതുപോലെ കയ്യിൽ ഓയിൽ പുരട്ടിയിട്ട് ബോളാക്കുക. എത്രയും കനം കുറച്ച് പരത്താമോ അത്രയും പരത്തിയെടുക്കുക. എല്ലാം പരത്തിയതിന് ശേഷം 40 മിനിറ്റ് ഓവനിൽ വെച്ച് ബേക്ക് ചെയ്യണം. അതിലൂടെ ഞാൻ പംകിൻ സീഡ് ഇതിൻ്റെ മുകളിൽ വെക്കുന്നുണ്ട്. ഇനി ഓവനിൽ വെക്കുക. ഇത് 40 മിനിറ്റിന് ശേഷം നല്ല സോഫ്റ്റ് കുക്കീസ് നമുക്ക് റെഡിയായി കിട്ടും. പുറം ഭാഗം ക്രിസ്പിയും അകം ഭാഗം സോഫ്റ്റുമായ സിമ്പിൾ കുക്കീസ്. കൂടുതൽ ക്രിസ്പി ആകണമെങ്കിൽ കുറച്ച് നേരം കൂടി ബേക്ക് ചെയ്യണം. ബേക്ക് ചെയ്യുമ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയൊന്ന് ചെക്ക് ചെയ്യണം. ഓവൻ ഇല്ലാത്തവർക്ക് ഗ്യാസ് സ്റ്റൗവിൽ ഓവൻ സെറ്റപ്പ് ചെയ്തും ഇതുണ്ടാക്കിയെടുക്കാം. എന്തുകൊണ്ടും സിമ്പിളായി നേരത്തെ ഉണ്ടാക്കി വെക്കാൻ പറ്റിയ ഈ പലഹാരം വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.